ഗൾഫിലുടനീളമുള്ള US ആസ്തികൾ ഇറാൻ ആക്രമിക്കുന്നതും തുടരുകയായിരുന്നു. അതിർത്തി കടന്നുള്ള വെടിവെപ്പിന് മറുപടിയായി ലെബനിൽ ഉടനീളമുള്ള ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ തുടങ്ങിയെന്ന് ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. അതേസമയം റവല്യൂഷണറി ഗാർഡ് സൗകര്യങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, കമാൻഡ് സെന്ററുകൾ എന്നിവ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ടെഹ്റാനിൽ ആക്രമണങ്ങൾ നടത്തി. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ആസ്ഥാനം നശിപ്പിച്ചുവെന്നും US സൈന്യം വ്യക്തമാക്കുന്നുണ്ട്. ഈ വിവരങ്ങൾ ഇന്ന് സംഭവിച്ചതെല്ലാം വളരെ കൃത്യമായി മനു ഭരത് പങ്കുവെക്കും. മനു, ഏറ്റവും ഒടുവിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് ആക്രമിച്ചു. അദ്ദേഹത്തിന്റെ സ്ഥിതി എന്താണ് എന്ന് വ്യക്തമല്ല എന്നുള്ളതായിരുന്നു ഇറാന്റെ അവകാശവാദങ്ങളൊന്ന്. പക്ഷെ എന്താണെങ്കിലും തൊട്ടു മുമ്പ് നെതന്യാഹു തന്നെ തത്സമയം വന്ന് കാര്യങ്ങൾ വിശദീകരിച്ചു. ഗ്രേറ്റ് ഫ്രണ്ട് ഡൊണാൾഡ് ട്രംപിന് നന്ദിയും സ്നേഹവും കടപ്പാടുമൊക്കെ അറിയിക്കുകയും ചെയ്തു. ഇതിനിടയിൽ അമേരിക്കൻ ഡിഫൻസ് സെക്രട്ടറി പറയുന്നു കൂടുതൽ US സൈന്യം അങ്ങോട്ടേക്ക് പോകും, അതായത് യുദ്ധം ഇനിയും മുറുകും എന്നുള്ള സൂചനകളല്ലേ വന്നുകൊണ്ടേയിരിക്കുന്നത്. എൽദോ, നേരത്തെ നെതന്യാഹുവിൻ്റെ ആസ്ഥാനം ആക്രമിക്കപ്പെട്ടു എന്ന വിവരങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു അവകാശവാദം ഇറാൻ മുന്നോട്ട് വെച്ചെങ്കിലും അത് അംഗീകരിക്കാൻ ഇപ്പോൾ ഇസ്രായേൽ തയ്യാറായിട്ടില്ല. യാതൊരു തരത്തിലുള്ള ഒരു ആക്രമണവും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ വ്യക്തമാക്കുന്നത്. ഇറാനിലെ അവിടുത്തെ സേന നേരത്തെ വ്യക്തമാക്കിയിരുന്നത് ഈ നെതന്യാഹുവിൻ്റെ ആസ്ഥാനവും അതുപോലെ ഇസ്രായേൽ എയർഫോഴ്സിൻ്റെ കമാൻഡറുടെ ആസ്ഥാനവും തങ്ങൾക്ക് ആക്രമിക്കാൻ കഴിഞ്ഞു, അത് വളരെ ഫലപ്രദമായി നടത്താൻ കഴിഞ്ഞു എന്നാണ്. പക്ഷേ എന്നാൽ ആ ആക്രമണം ഫലം കണ്ടിട്ടില്ല. അങ്ങനെ ഒരു സംഭവം, ആക്രമണത്തെ പ്രതിരോധിക്കാൻ കഴിഞ്ഞു. ബെന്യാമിൻ നെതന്യാഹുവിൻ്റെ ആസ്ഥാനത്തേക്ക് ഒരു ആക്രമണവും എത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് തറപ്പിച്ച് തന്നെ ഇസ്രായേൽ വ്യക്തമാക്കുന്നു. അപ്പോൾ ആ ആക്രമണത്തിൻ്റെ അത് വ്യാജ വാർത്തയാണ്, വ്യാജ പ്രചരണമാണ്, വ്യാജ പ്രസ്താവനയാണ് എന്ന തരത്തിൽ ഇസ്രായേൽ അത് വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്നാൽ അതേസമയം നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വിശ്വസനീയമായ വിവരങ്ങൾ അനുസരിച്ച് നേരത്തെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനിയുടെ ഭാര്യ ശനിയാഴ്ചത്തെ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. മൊൻസൂറ കോജിസ്തേക്ക് ബഹർസേദ എന്ന ഈ അയത്തുള്ള അലി ഖമേനിയുടെ ഭാര്യ ശനിയാഴ്ചത്തെ ആക്രമണത്തിൽ അവർക്ക് പരിക്കേറ്റിരുന്നു. ആ പരിക്കേറ്റതിനെ തുടർന്ന് അവർ ഇന്ന് മരണമടഞ്ഞിരിക്കുന്നു എന്ന വിവരം ആണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അന്ന് ഈ പരമോന്നത നേതാവ് ആക്രമിക്കപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും അന്ന് ആ ആക്രമണത്തിൽ മരിച്ചിരുന്നു. ആ മകൾ, മരുമകൻ, അതുപോലെ പേരക്കുട്ടിയും ഒക്കെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. അതിന് പുറമെയാണ് ഇപ്പോൾ അന്ന് പരിക്കേറ്റ ഭാര്യ കൂടി ഇന്ന് മരണത്തിന് കീഴടങ്ങുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇതിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ബെന്യാമിൻ നെതന്യാഹു ടെലിഫോണിൽ സംഭാഷണം നടത്തി. പ്രധാനമന്ത്രി ഇന്ന് വിവിധ രാഷ്ട്രത്തലവന്മാരുമായി മധ്യേഷ്യയിലെ സാഹചര്യങ്ങൾ ചർച്ച ചെയ്തു. ബഹ്റിൻ രാജാവ് ഹമാദ് ബിൻ ഇസ അൽ ഖാലിഫയുമായി അദ്ദേഹം ചർച്ചകൾ നടത്തിയിരുന്നു. അതുപോലെ സൗദി അറേബ്യയുടെ ക്രൗൺ പ്രിൻസും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ അൽ സൗദുമായും അദ്ദേഹം ചർച്ചകൾ നടത്തിയിരുന്നു. അപ്പോൾ ഈ രണ്ടിടത്തും ഇന്ത്യ ഈ മധ്യേഷ്യയിലെ ആശങ്കകൾ വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യൻ പൗരന്മാരും അതുപോലെ ഇന്ത്യൻ ഡയസ്പറയും സുരക്ഷിതരായിരിക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു. അവരുടെ സുരക്ഷിതത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നിരുന്നു. ഒപ്പം ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായും വിശദമായ ചർച്ചകൾ നടന്നതായി പ്രധാനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. ഏതായാലും ഇന്ത്യയെ ഇസ്രായേൽ പ്രധാനമന്ത്രി നന്ദി അറിയിച്ചിട്ടുണ്ട്. ഇതുപോലെ ദുർഘടമായ ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിനോടൊപ്പം നിൽക്കാൻ ഇന്ത്യ തയ്യാറായതിൽ ഉള്ള നന്ദിയും സ്നേഹവും ഒക്കെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇത് തങ്ങൾക്കൊപ്പമാണ് ഇന്ത്യ എന്ന് പറയാൻ നെതന്യാഹു ശ്രമിക്കുന്നു. പക്ഷേ ഏതായാലും പ്രധാനമന്ത്രി ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ, ഇന്ത്യക്കാരുടെ ആശങ്കകൾ, അതാണ് താൻ എല്ലാവരുമായി പങ്കുവച്ചത് എന്ന തരത്തിലാണ് ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. അത് വരും ദിവസങ്ങളിലും കൂടുതൽ ഗൗരവത്തോടെ നോക്കിക്കാണും എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. മറ്റു ചില വാർത്തകൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്, ഇന്ന് ഈ ഇസ്രായേൽ പലതരം അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഹെസ്ബുള്ള ഇൻ്റലിജൻസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് അടിച്ചു തകർത്തു എന്ന്
പറയുന്നുണ്ട്. അവിടെ ഹുസൈൻ മക്ലീദ്, ഈ ഹെസ്ബുള്ള ഇൻ്റലിജൻസ് തലവനാണ്, അയാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. അതുപോലെ ലെബനനിലേക്ക് വ്യാപകമായി ആക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വ്യക്തമാക്കുന്നുണ്ട്. ബെയ്റൂട്ടിൽ ആണ് ആക്രമണം നടത്തിയത്. ഇറാനിയൻ കേന്ദ്രങ്ങളിലേക്കും ആക്രമണം നടത്തിയെന്ന് വ്യക്തമാക്കുന്നു. ഇറാനിയൻ സർക്കാരിലെ ഇൻ്റലിജൻസ് വിഭാഗത്തിൽ ചില പ്രധാനപ്പെട്ട വ്യക്തികളെ വകവരുത്താൻ തങ്ങൾക്ക് കഴിഞ്ഞു എന്ന് പറയുന്നു. ഒന്ന്, ഡിഫൻസ് മിനിസ്റ്റർ ഓഫ് ഇൻ്റലിജൻസ് സഹിദ് യാഹിയ ഹംദിയെ വകവരുത്തി. ജലാൽപൂർ അവിടുത്തെ ചാരസംഘടനയുടെ തലവനെ വകവരുത്തി. അങ്ങനെയുള്ള ചില അവകാശവാദങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുന്നു. അതേസമയം ഇറാൻ്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ അവർ ഇന്ന് ശക്തമായ ആക്രമണം നടത്തി എന്ന് അവരവകാശപ്പെടുന്നു. അവർ നേരത്തെ അവകാശപ്പെട്ട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ, ഖൈബർ ഷെഖാൻ എന്ന ഒരു മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് നെതന്യാഹുവിൻ്റെ ആസ്ഥാനത്തേക്ക് ആക്രമണം നടത്തി എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ അത് ഇറാൻ അംഗീകരിച്ചിട്ടില്ല, ഇസ്രായേൽ അംഗീകരിച്ചിട്ടില്ല. അത് വ്യാജ പ്രചരണമാണ് എന്ന തരത്തിൽ ആണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇറാൻ്റെ ഇടക്കാല പരമോന്നത നേതാവായി ഇപ്പോൾ തൽക്കാലം ചുമതലയേറ്റിട്ടുള്ള അലിറേസ അറാഫി കൊല്ലപ്പെട്ടു എന്ന ചില വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ പരന്നെങ്കിലും അതിനെ സംബന്ധിച്ച് ഒരു പ്രതികരണത്തിന് ഇപ്പോൾ ഇറാൻ തയ്യാറായിട്ടില്ല. അങ്ങനെ ഉള്ളതായും വ്യക്തമാക്കിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഒരു സ്ഥിരീകരിക്കാത്ത വാർത്തകളായി പോയി, അല്ലെങ്കിൽ സ്ഥിരീകരിക്കാത്ത ചില സമൂഹ മാധ്യമങ്ങളിലെ പ്രചരണങ്ങളായി മാത്രം അവശേഷിക്കുകയാണ്. ഏതായാലും മനു, ഞാൻ മനുവിലേക്ക് മടങ്ങിയെത്താം. ഞാനിപ്പോൾ അവിടെ ഇസ്രായേലിൽ നിന്ന് ഉല്ലാസ് ജോസ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അവിടെ ടെല്ലവീവിൽ നിന്നാണ് ഉല്ലാസ് ജോസ് ചേരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.